ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന ഗോമതിയുടെയും ബാലന്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു നിമിഷമാണ് നമ്മുടെ മീനാക്ഷിയുടെ ആ ഒരു പേപ്പർ നഷ്ടപ്പെട്ടിട്ട് ഇപ്പൊ കുറച്ച് ദിവസങ്ങളായി. ആ പേപ്പർ തിരിച്ചു കിട്ടിയില്ലെങ്കിൽ സസ്പെൻഷൻ, അത് ഉറപ്പുള്ള കാര്യമാണ്. മീനു അതിന്റെ ടെൻഷനിലാണ്. മീനു അല്ല, ആ വീട്ടിലുള്ള എല്ലാവരും അതിന്റെ ടെൻഷനിൽ തന്നെയാണ്. നമ്മുടെ ദേവി ചെയ്ത വലിയൊരു അബദ്ധം, അത് ദേവി തന്നെ തിരുത്താൻ പോവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ദേവി ആ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്ന് നേരെ ബെഡിന്റെ അടിയിലൊക്കെ വെച്ചു. അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആര്യനും മിത്രയും അതുപോലെ തന്നെ നമ്മുടെ മീനൂട്ടിയും ആകാശും ഗോവിന്ദനും ഗോവിന്ദനല്ല, സോറി, നമ്മുടെ ബാലനും ഗോമതിയും ഒക്കെ വന്നു. എന്നിട്ട് പറഞ്ഞു, എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴത്തേക്കും അല്ലെങ്കിലും പാതിരാത്രി ആയാലും വീട്ടിലെത്തത്തില്ലല്ലോ, ഇവനിങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കുകയല്ലേ, പിന്നെ എങ്ങനെയാന്ന് പറ. നേരത്തും കാലത്തും വീട്ടിലെത്തി സമയത്ത് വാതിൽ കുറ്റിയിട്ട് കിടന്ന് ഉറങ്ങാൻ നോക്കണം. അപ്പൊ നമ്മുടെ ഗോമതി പറഞ്ഞു, ഇത് എന്താ ബാലേട്ട, എന്തിനും ഏതിനും ആര്യനെ കുറ്റം പറയുന്നത്? അവനെ അല്ലാതെ പിന്നെ വേറെ ആരെയാ കുറ്റം പറയുന്നത്? നേരത്തും കാലത്തും വാതിൽ കുറ്റിയിട്ടിട്ട് കിടക്കാണ്, ഈ വല്ല സംഭവം നടക്കായിരുന്നോ? അലോഹിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, വല്ല കള്ളന്മാരും വന്ന് കാണും, അല്ലാതെ പിന്നെ വെറുതെ എങ്ങനെ വിളിച്ചു പോകത്തൊന്നും ഇല്ലല്ലോ ആരും. ഇനിയിപ്പോ ഇവിടെ നിന്നിട്ട് എന്താ കാര്യം? എല്ലാവരും പോയി കിടന്ന് ഉറങ്ങ. ഇനിയിപ്പം കിള്ളനും ഒന്നും വരത്തില്ല, എല്ലാവരും പോയി സമാധാനമായിട്ട് ഉറങ്ങാൻ പറഞ്ഞപ്പം മീനൂട്ടി പറഞ്ഞു, സമാധാനം എന്ത് സമാധാനമായിട്ട് ഉറങ്ങാനാച്ചാ? സമാധാനമൊന്നുമില്ല, സമാധാനമൊക്കെ നഷ്ടപ്പെട്ടു, ഉറങ്ങാൻ പോലും പറ്റില്ല. അപ്പൊ ഗോമതി പറഞ്ഞു, മോളെ നീ സങ്കടപ്പെടാതെ, നമുക്ക് എന്തെങ്കിലും പരിഹാരം. എന്ത് പരിഹാരം? ഇതിനൊരു പരിഹാരം ഇല്ലെന്ന് ഞാൻ 100 തവണ എല്ലാവരോടും പറഞ്ഞില്ലേ. ഇതിനിപ്പം പരിഹാരമായിട്ടുള്ളത് വേറെ ഒന്നുമല്ല, സസ്പെൻഷൻ തന്നെയാ. അത് സ്വീകരിച്ച് വീട്ടിലിരിക്കുക, അപമാനം ഏറ്റുവാങ്ങുക, അതല്ലാതെ എന്റെ മുമ്പിൽ വേറൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ എന്ത് ചെയ്യാനാന്ന് പറഞ്ഞ് മീനൂട്ടി അകത്തേക്ക് കയറിപ്പോയി. അപ്പോഴത്തേക്ക് നമ്മുടെ ഗോമതി പറഞ്ഞു, എടാ ആകാശേ, നീ നോക്കി നിൽക്കാതെ അവളുടെ കൂടെ കയറിപ്പോ. അവൾ വല്ല കടുങ്കയും ചെയ്താലോ? മനസ്സിനിപ്പം ബലമില്ലാതെ നിൽക്കുന്ന സമയം എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നീ കൂടെ പോ, എന്റെ പൊന്നമ്മ, എന്നെയും കൂടെ പേടിപ്പിക്കാതെ. അപ്പൊ ധർമ്മം പറഞ്ഞു, ചേച്ചി പേടിപ്പിച്ചൊന്നും അല്ല, മനസ്സ് പാളിപ്പോയി കഴിഞ്ഞാലേ എല്ലാം കൈവിട്ടു പോയി മോനെ. നീ ചെല്ല്, നിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞപ്പോ ആകാശ് പെട്ടെന്ന് ഓടി പോവാണ് കേട്ടോ. ഈ സമയത്ത് നമ്മുടെ ആരാ ദേവിയാണെങ്കിൽ ഈ ഒരു വിവരം പറയണമല്ലോ, പേപ്പർ കിട്ടിയ വിവരം ബാലനോട് പറയണമല്ലോ. നിങ്ങളുടെ ബാലച്ച എന്നിങ്ങനെ വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ ഗോമതി, എന്താ, ഏതായാലും എല്ലാവരും ഇനി പോയി കിടന്നേ, എന്തിനാ ഇനിയിപ്പോ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്? ബാലേട്ടാ ഇങ്ങ് വാ എന്ന് പറയാ. അപ്പൊ ബാലൻ പുറകെ നിന്ന് തിരിഞ്ഞു ചോദിക്കുക, എന്താന്നിങ്ങനെ ദേവിയോട് ചോദിക്കുന്നുണ്ട്. ദേവിയാണെങ്കിൽ ഒട്ടൊന്നും അങ്ങനെ പബ്ലിക്കായിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ദേവിയാണെങ്കിൽ അവിടെ നിന്ന് ബാലച്ച പേപ്പർ എന്താ മോളെ. അപ്പൊ നമ്മുടെ ഗോമതി വന്നിട്ട്, ഇങ്ങ് വന്ന മനുഷ്യന്ന് പറഞ്ഞ് വലിച്ചു കൂട്ടി അകത്തേക്ക് കൊണ്ടുപോയിട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവിയും പിന്നെ ധർമ്മനും പിന്നെ ഉള്ളത് ആനന്ദും. അപ്പം ധർമ്മം പറഞ്ഞു, ഇനി നിങ്ങളുടെ ഉറക്കം കളയുന്നത് എന്തിനാ, നിങ്ങൾ പോയി കിടന്ന് ഉറങ്ങും പിള്ളാരെന്ന് പറഞ്ഞു. അങ്ങനെ ധർമ്മനും പോയി, അവരും പോയി കിടന്ന് ഉറങ്ങാൻ ചെന്നു. അങ്ങനെ കിടക്കാൻ ചെല്ലുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ദേവി ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോഴത്തേക്കും എനിക്ക് വല്ലാത്തൊരു സംശയം തോന്നുവാ ദേവി. എന്തെങ്കിലും ഇതിന്റെ പിന്നിൽ സത്യം കാണുമോ? അലോഹ അങ്ങനെ ചുമ്മാ കള്ളം കയറി എന്നൊക്കെ പറയുമോ? ഏയ്, എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ചുമ്മാ കള്ളം കയറി എന്ന് പറഞ്ഞിട്ട് അവന് നമ്മളെയൊക്കെ വിളിച്ചു വരുത്തിയിട്ട് എന്തിനാ? എന്റെ പൊന്ന് ആനന്ദേട്ടൻ ഇപ്പൊ എന്തൊക്കെയാ അറിയേണ്ടത്? കള്ളം കയറി കാണും, അതിനിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? കള്ളം കയറി. അപ്പൊ നിനക്ക് കള്ളനെ പേടിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം സ്വർണം കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞുകൊണ്ട് നീ ഇവിടെ കിടന്ന് എന്തായിരുന്നു? അത് പിന്നെ ആ കള്ളൻ, ഈ കള്ളനെ എനിക്ക് പേടിയില്ല. ഈ കള്ളന് നിനക്ക് പേടിയില്ലോ? എന്താ ദേവി ഈ പറയുന്നത്? എന്റെ പൊന്നെ ആനന്ദേട്ടാ, ബാ വന്ന് കിടക്ക്. വല്ലാത്തൊരു മണമുണ്ടല്ലോ, അതെ, ഒരു വേർപ്പിന്റെ നാറ്റം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ അടുത്ത് ഇങ്ങനെ മണപ്പിച്ച് അപ്പൊ ഇതെന്താ എന്റെ പൊന്ന് ആനന്ദേട്ടാ, ഈ സമയവും കാലവും നേരം ഒന്നും നോക്കാതെ രാത്രി 12 മണിയാകാറായി, അപ്പോഴാണോ ചുമ്മാ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണോ ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അടുത്തേക്കൊക്കെ വരുന്നത്? എന്താ ആനന്ദേട്ടാ ഇത്? അയ്യേ, അതിന് വന്നതല്ല ഞാന്. മനസ്സിലായി, അതിന് വന്നതല്ല. പോയി കിടക്കണ്ട ആനന്ദേട്ടാ വന്ന് എന്നും പറഞ്ഞ് നമ്മുടെ ആനന്ദിനെ കിടത്തിയിട്ടോ, എങ്ങനെയൊക്കെ കിടത്തി നമ്മുടെ ദേവിയും കിടന്നു. പിന്നെ ദേവിയുടെ ലക്ഷ്യം ഈ പേപ്പർ എങ്ങനെയെങ്കിലും കൊടുക്കണം, അതിനി അവതരിപ്പിക്കാൻ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കണം. അത് തന്നെയാണ് ആ ഒരു ഇതുണ്ടാക്കണമല്ലോ എങ്ങനെയെങ്കിലും. പിന്നെ നേരം പരവരാ വെളുത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗോമതിനെയൊക്കെ കാണിക്കണം. അപ്പം ഇതിനിടയിൽ വേറൊരു വലിയൊരു ട്വിസ്റ്റ് ഉണ്ട്, മറന്നുപോയിട്ടോ അത് പറയേണ്ട ഒരു ട്വിസ്റ്റ് തന്നെയാണ്. നമ്മുടെ മിത്രയും ആര്യനും തമ്മിലുള്ള സംസാരം. അങ്ങനെ നമ്മുടെ മിത്ര ചോദിക്കുകയാണ്, ആര്യനോട് ഇങ്ങനെ പറയുകയാണ്, അല്ല, എനിക്ക് വല്ലാത്ത സംശയം ആര്യ, ഞാൻ ആര്യനെ കാത്ത് വെളിയിൽ നിന്നപ്പോഴേ ദേവിയെടുത്തി വന്നിട്ട് പറഞ്ഞു എന്നോട് അകത്ത് കയറിപ്പോക്കോ, ഞാൻ ആര്യന് വാതിൽ തുറന്നു കൊടുത്തോളാം, നീ അകത്ത് കയറിപ്പോയി വല്ലതും ഉണ്ടാക്കാന്. എന്തിനായിരിക്കും അങ്ങനെ പറഞ്ഞത്? എന്നിട്ടോ
എന്നിട്ട് ആര്യ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഇല്ലതാനും ദേവിയെടുത്തി. ശോ, ഇതിന്റെ പിന്നിൽ എന്തോ ഇല്ലേ? എന്താ പെണ്ണെ, നിനക്ക് എന്താ വേണ്ടത്? നീ ഇങ്ങനെ ചുമ്മാ ഓരോന്ന് ചിന്തിച്ചു കൂട്ടാതെ. ചിലപ്പോഴേ ഞാൻ കള്ളു കുടിച്ചിട്ടുണ്ടോ ഇല്ലോ എന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ആയിരിക്കും അവിടെ ദേവിയടുത്ത് വന്ന് നിന്നോളാന്ന് പറഞ്ഞത്. അതുകൊണ്ട് ആയിരിക്കും, അല്ലാതെ വേറൊന്നും അല്ലായിരിക്കും. ഏതായാലും ആ കാര്യമൊക്കെ നീ വിട്. ഇനിയിപ്പം ഞാൻ വാക്ക് പറഞ്ഞ പോലെ തന്നെ കള്ളു കുടിക്കാനും പോകുന്നില്ല, ഒന്നിനും പോകുന്നില്ല. അതുപോലെ പിന്നെ ഇത് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന്, കൊള്ളാമോ എന്നും പറഞ്ഞൊരു 2 ജിമിക്ക, നല്ല അടിപൊളി ജിമിക്ക എടുത്ത് കാണിക്കാൻ കേട്ടോ. അപ്പോഴത്തേക്കും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടും ഇത്ര അടിപൊളിയാണല്ലോ. വലിയ വിലയുടെ ഒന്നും അല്ല കേട്ടോ. പോയിട്ടുണ്ട് ഒരു 10-100 രൂപ, അതിൽ കൂടുതലൊന്നും ഇല്ല. വിലയാണോ ആര്യ? എനിക്കിത് കണ്ടിട്ട് സത്യമായിട്ട് ഒത്തിരി സന്തോഷം തോന്നുക. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ. അത് പിന്നെ വിലയുടെ ഒന്നും അല്ല, സ്വർണമോ എന്തോ വെള്ളിയോ ഇനിയിപ്പോ എന്ത് ഇതെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇതിനുണ്ടല്ലോ, അതിനേക്കാളും അപ്പുറം വിലയായിരിക്കും ഉള്ളത് എന്ന് പറഞ്ഞാൽ കമ്മലിൽ തന്നെ ഇങ്ങനെ നോക്കാനുണ്ട്. അപ്പൊ ആരെയും ഇങ്ങനെ കമ്മലും ചുരിദാറൊക്കെ ഇടയ്ക്കിടയ്ക്ക് മേടിച്ചു കൊടുക്കുന്നുണ്ട്. സ്നേഹമൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ മിത്രയോട്. ഏതായാലും ഇതൊക്കെ കഴിഞ്ഞാണ് നേരം പരപരാ വെളുക്കുന്നത്. പിന്നെ ആകെപ്പാടെ അങ്ങോട്ട് ടെൻഷനും കാര്യങ്ങളൊക്കെയാണ്. ഗോമതിക്ക് ടെൻഷൻ, മിത്രയ്ക്ക് ടെൻഷൻ, അങ്ങനെ ഇവരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എന്ത് ചെയ്യുന്ന അറിയില്ലല്ലോ. പാവം മീനുവെടുത്തി ഭയങ്കര സങ്കടത്തിലാണ്. കഷ്ടമായി പോയി. ആ പേപ്പർ കിട്ടുന്നൊക്കെ ഞാൻ ഓർത്തത്. അപ്പൊ മീനു അതിൻ്റെ ഇടയ്ക്ക് വന്നു. മീനു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അറിയില്ല അമ്മ എന്ത് ചെയ്യണമെന്ന്, എനിക്ക് അറിയില്ല. ഞാൻ ഓഫീസിൽ പോകാൻ എനിക്ക് തോന്നുന്നില്ല. മീഡിയക്കാരും അതുപോലെ നല്ലൊരു ഓഫീസറായിരുന്നു ഞാൻ. അതിൻ്റെ ഒരു പുരസ്കാരമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ എന്താ ചെയ്യേണ്ടത്? ആ പേര് മാറ്റി ഇപ്പം ഞാനൊരു കള്ളി എന്നുള്ള പേരാവില്ലേ? എനിക്ക് ആകെപ്പാടെ ഓർത്തിട്ട് സങ്കടമാവുക എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഗോമതി പറഞ്ഞു, എനിക്ക് എന്തോ മനസ്സിൽ തോന്നുന്നുണ്ട് മോളെ. ആ പേപ്പർ നിനക്ക് തിരിച്ചു കിട്ടുന്ന. ഇനി ഈ അവസാന സമയം ആ പേപ്പർ എങ്ങനെ തിരിച്ചു കിട്ടാനാ? എവിടെ നിന്ന് തിരിച്ചു കിട്ടാനാ? ഇല്ല, ഇതൊക്കെ എൻ്റെ വിധി. ഇതെന്റെ വിധിയായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. എനിക്ക് സർക്കാർ ഓഫീസിൽ അധിക കാലം ജീവനക്കാരിയായിട്ട് നിൽക്കാനുള്ള യോഗമില്ലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിച്ചത്. വിധി അല്ലാതെ എന്താ? പഠിച്ചു നേടിയ ജോലിയാ, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയ ജോലിയാ. ആ ജോലി ആസ്വദിച്ച് ചെയ്തതാ. എന്നിട്ടും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടും എനിക്ക് ഈ ഗതിയാണല്ലോ വന്നതെന്ന് പറഞ്ഞപ്പോൾ മിത്ര വന്നിട്ട് പറഞ്ഞു, സങ്കടപ്പെടാതിരിക്കുക, എന്തിനാ സങ്കടപ്പെടുന്നതെന്നൊക്കെ ചോദിച്ചിങ്ങനെ സമാധാനിപ്പിക്കുക. അപ്പോഴേക്കുമാണ് നമ്മുടെ ദേവീനെ കാണിക്കുന്നത്. ദേവിക്ക് എങ്ങനെയെങ്കിലും ആ പേപ്പർ എടുക്കണമല്ലോ. അങ്ങനെ ആനന്ദിനെ കുളിപ്പിക്കാൻ വേണ്ടി കുളിമുറിയിലേക്ക് കയറ്റാണ്. അനന്തേട്ടാ, കുളിമുറി പോയി നല്ല വൃത്തിയായിട്ട് കുളിക്കണേ, വെടുപ്പായിട്ട് കുളിക്കണേ. നീ എന്താ ദേവി പറയുന്നത്? അല്ല, ധൃതി വെച്ച് പോണെന്ന് പറഞ്ഞ് പെട്ടെന്നൊന്നും കുളിച്ചിട്ട് ഇറങ്ങരുത്. സോപ്പൊക്കെ തേച്ച് പതുക്കെ നിന്ന് ആസ്വദിച്ച് കുളിച്ചിട്ട് ഇറങ്ങിയാൽ മതി. എന്താ ദേവി, നിനക്ക് വല്ല വട്ടും ഉണ്ടോ? എനിക്കല്ല വട്ട്, ആനന്ദേട്ടനെ വട്ട്. ആനന്ദേട്ടാ, നല്ല വൃത്തിയായിട്ട് കുളിക്കണം എന്ന് പറഞ്ഞതിനാണോ എന്നെ വട്ടത്തിയാക്കുന്നത്? പോയി കുളിച്ചേ എന്ന് പറഞ്ഞ് തള്ളിവിട്ടു. ഒരു വിധത്തിൽ തള്ളിവിട്ട് ആ പേപ്പർ ബെഡിനടിയിൽ നിന്ന് എടുത്തു. അയ്യോ, ഇത് ചുളുങ്ങിയിരിക്കുകയാണല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുന്നത്? പഴയ പടി പോലെ ആക്കാൻ തേക്കാം എന്ന് പറഞ്ഞ് തേപ്പൂട്ടിയൊക്കെ എടുത്ത് തേച്ചിട്ട് ആ പേപ്പർ അങ്ങ് അവിടെ വെച്ചിട്ട്, എൻ്റെ ഭഗവതിയെ, പേപ്പറെ നീ കാത്തോണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു നാടകം ഉണ്ടാക്കാൻ പോവാണ്. ആ നാടകത്തിനൊപ്പം നീ എന്നോട് സഹകരിക്കണം കേട്ടോ. പേപ്പറെ, ഈ പേപ്പറിൻ്റെയൊക്കെ ഇടയ്ക്ക് പേപ്പറെ നിന്നെ ഞാൻ വെക്കും. അത് കഴിയുമ്പം പെട്ടെന്ന് ചൂലെടുത്ത് അടിച്ചു വാരിയിട്ട് പേപ്പർ കിട്ടിയെന്ന് ഞാൻ പറയും. ഇതെല്ലാം അതേപടി ചെയ്യണം. അതുകൊണ്ട് എൻ്റെ കൂടെ നിന്നോണം കേട്ടോ. എനിക്കറിയാം നീ വിലപ്പെട്ട പേപ്പറാണെന്നൊക്കെ. എന്നാലും ഈ എനിക്ക് പറ്റിയ തെറ്റ് നീയും കൂടെ നിന്ന് തിരിച്ചു തരണം കേട്ടോ എന്നൊക്കെ പറഞ്ഞ് പേപ്പറിനോട് സംസാരിക്കുക. എന്നിട്ട് അത് അലമാരയുടെ ഇടയ്ക്കും കണ്ട് നമ്മുടെ മീനാക്ഷിയുടെ മുറിയുടെ അലമാരയുടെ ഇടയ്ക്ക് കൊണ്ടിട്ടു. എന്നിട്ട് ചൂല് വന്നിങ്ങ് എടുത്തു. ഇവരെല്ലാം സംസാരിച്ചുകൊണ്ട് നിൽക്കാൻ കേട്ടോ, നമ്മുടെ ഗോമതിയും മിത്രയും മീനാക്ഷിയൊക്കെ. അപ്പം അവിടെ ഒന്ന് ചൂലങ്ങ് മൂലയ്ക്ക് എടുത്തിട്ട്, ഞാനേ അടിച്ചു വരാൻ പോട്ടെ, ഇവിടെയൊക്കെ മൊത്തം വൃത്തിയിടായിട്ട് കിടക്കുകയാണേ എന്നും പറഞ്ഞ് അടിച്ചു വരാനാന്നും പറഞ്ഞ് അങ്ങ് പോവാണ്. എല്ലാവരും അറിയണമല്ലോ അടിച്ചു വരാൻ പോവാന്ന്. അങ്ങനെ അടിച്ചു വാരി ചെന്ന് റൂമിൽ കയറിയിട്ട് അടിച്ചു വാരാൻ ഇങ്ങനെ തുടങ്ങുമ്പോൾ, വേണ്ട, പേപ്പറിൽ ചൂല് തൊട്ടാൽ ശരിയാവില്ല, എൻ്റെ ഭഗവതി ക്ഷമിച്ചേക്കണേ എന്ന് പറഞ്ഞിട്ട് പതി ആ പേപ്പർ ഇങ്ങ് എടുത്തു. എന്നിട്ട് അവിടെയൊക്കെ ഇങ്ങനെ അടിച്ചു വാരുന്ന പോലെ കാണിച്ചിട്ട് ഈ പേപ്പർ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട്, അതെ അമ്മേ, ഈ പേപ്പർ ആവശ്യമുള്ളതാണോ അമ്മേ എന്ന് പറഞ്ഞ് ഈ പേപ്പർ കൊടുക്കുകയാണ് നമ്മുടെ ദേവിയുടെ. ദേവിയാണെങ്കിൽ ഇത് ആവശ്യമൊന്നും കാണത്തില്ല, ഇത് ചുരുട്ടി കേട്ടി അത് നമുക്ക് കത്തിക്കാം, ഇങ്ങ് തന്നേന്ന് പറഞ്ഞപ്പോൾ, കത്തിക്കാന്നോ? അപ്പം ആവശ്യമില്ലേ ഈ പേപ്പർ? എൻ്റെ പൊന്നു ഭഗവതി, ആവശ്യമുണ്ടെന്ന് പറയാനുള്ളതിന് ഈ തള്ള ആവശ്യമില്ലെന്നാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞപ്പം മിത്ര വന്നപ്പം, ആദ്യം മിത്രേ ഈ പേപ്പർ ആവശ്യമുള്ളതാണെന്ന് പറഞ്ഞ് മിത്രയുടെ കൈ കൊടുക്കാം. അപ്പൊ മിത്ര ഇങ്ങനെ പതുക്കെ നോക്കിയിട്ട് ആദ്യത്തെ പേപ്പർ എടുത്തിട്ട്, ഇത് ആവശ്യമില്ലാത്തതാ, ഇതും ആവശ്യമില്ലാത്തതാ, ഇത് 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 എന്തോ പേപ്പറാണല്ലോ, ഇതെന്തോ ആവശ്യമുള്ള പേപ്പറാണല്ലോ. അയ്യോ, ഇതാണോ മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ? അത് പിന്നെ
മീനു എടുത്തീ എന്ന് പറഞ്ഞോണ്ട് ഒറ്റ വിളി വിളിച്ചു. അപ്പോഴത്തേക്ക് നമ്മുടെ ദേവി മീനു മീനു ദേ മിത്ര വിളിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം മീനു പെട്ടെന്ന് ഇങ്ങനെ വന്നു. അപ്പോഴത്തേക്ക് മിത്ര പറഞ്ഞു ഈ പേപ്പർ നോക്കാൻ പറഞ്ഞു. പേപ്പർ നോക്കിയപ്പോ മീനു ആകെ അന്താളിച്ചു പോയില്ലേ. അപ്പൊ പെട്ടെന്ന് ആ മിത്രയും ഗോമതിയൊക്കെ ചോദിക്കുക എന്താ മോളെ ഇത്, എന്ത് പേപ്പറാ മോളെ ഇതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ദേവി എന്താ 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 പറ്റിയത്, ഇത് എന്ത് പേപ്പറാ എന്നൊക്കെ അറിയാത്ത ഭാഗത്തിന് ഇങ്ങനെ ചോദിക്കാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ മീനൂട്ടി പറഞ്ഞു അത് പിന്നെ ഇതാ ഇതാ ചീഫ് മിനിസ്റ്റർ ഒപ്പിട്ട പേപ്പർ എന്ന് പറഞ്ഞു. അയ്യോ എല്ലാവർക്കും സന്തോഷമായില്ലേ. ഇതാരാ എടുത്തത്, ഇതാരുടെ കയ്യിലാ കിട്ടിയത്? അത് പിന്നെ ഇത് ദേവിയടുത്ത് അടിച്ചു വാരിയപ്പോ കിട്ടിയതെന്നാ പറഞ്ഞത്. അപ്പൊ തന്നെ നമ്മുടെ ദേവീനെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. ആശ്വാസമായി എൻ്റെ പൊന്നോ നമ്മുടെ മീനുവിന്. ഏതായാലും ദേവീനെ ദൈവത്തിന്റെ സ്ഥാനത്തായിരിക്കും നമ്മുടെ മീനു ഇനി കാണാൻ പോകുന്നു, അല്ലാതെ പിന്നെ എന്താ അല്ലേ. അപ്പൊ ഈ ഒരു ഭാഗമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക, അടിപൊളി വിശേഷങ്ങളൊക്കെ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ ദേവിക്ക് എട്ടിന്റെ പണിയൊക്കെ കിട്ടുന്നുണ്ട്. ചിലപ്പോൾ നമുക്ക് ദേവിയോട് പാവമൊക്കെ തോന്നൂട്ടോ, കാരണം ദേവി ഒരു പൊട്ടത്തിയാണല്ലോ. പിടിച്ചു നിൽക്കാൻ വേണ്ടിയുള്ള കള്ളത്തരം പറച്ചിലൊക്കെയാണ്. പിന്നെ അമ്മയുടെ കൂടെ കള്ളത്തരമൊക്കെ അങ്ങ് പറഞ്ഞു നിൽക്കുന്ന ഒരു ഇതായതുകൊണ്ടാണ് കേട്ടോ പാവം നമ്മുടെ ദേവി. ഏതായാലും അതൊക്കെ അവിടെ നിൽക്കട്ടെ. അടുത്ത വിശേഷവുമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.